ഇരട്ട ഫ്രീക്വൻസി റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസറിന്റെ വിക്ഷേപണം ഈ മാസം 30-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് ISRO നാസ സംയുക്ത ദൗത്യമായ നൈസറിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയെ മുഴുവനായി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയിലാണ് നൈസറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ജൈവവ്യവസ്ഥ, സമുദ്ര ജലനിരപ്പ്, ഭൂഗർഭജലം തുടങ്ങിയവയിലെ മാറ്റങ്ങളും ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യതകളും നൈസർ നിരീക്ഷിക്കും. 2392 കിലോഗ്രാം ഭാരമുള്ള നൈസറിന് L ബാൻഡ്, S ബാൻഡ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുണ്ട്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ ആഗോള ശാസ്ത്ര സമൂഹത്തിന് മുഴുവനായി നൈസറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും ISROയും 1 ദശാബ്ദത്തിലേറെ സമയമെടുത്താണ് നൈസറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നൈസർ ഉപഗ്രഹത്തിൽ നാസ രൂപകൽപ്പന ചെയ്ത L ബാൻഡ് പേലോഡും ISRO സംഭാവന ചെയ്ത S ബാൻഡ് പേലോഡും 12 മീറ്റർ വ്യാസമുള്ള റിഫ്ലക്ടർ ആന്റിനയാണ് ഉപയോഗിക്കുക. കർഷകർ മുതൽ ഗവേഷകർക്ക് വരെ മുതൽക്കൂട്ടാവുന്ന വിവരങ്ങളാവും നൈസർ ലഭ്യമാക്കുക. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നിർണായക ആപ്ലിക്കേഷനുകൾക്ക് സഹായകമാകുന്ന ഡേറ്റ ഉപഗ്രഹം കൈമാറും. കപ്പലുകളുടെ സ്ഥാനനിർണയം, കൊടുങ്കാറ്റുകളുടെ ഗതി, മണ്ണിന്റെ ഈർപ്പം, ഉപരിതല ജലസാന്നിധ്യം എന്നിവയുടെ കണ്ടെത്തലുകൾക്കും നൈസർ പുതിയ വേഗം നൽകും. ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ISRO അറിയിച്ചു. അസംബ്ലി യൂണിറ്റിൽ നിന്ന് GSLV F-16 റോക്കറ്റ് വിക്ഷേപണ ടവറിലേക്ക് എത്തിച്ചു. ഈ മാസം 30-ന് വൈകിട്ട് 5:40-ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് നൈസറിന്റെ വിക്ഷേപണം. സയൻസ് ഡെസ്ക് 24.